കുറിച്ചാണ് ഓർത്തത്. 24 വയസ്സായി അവൾക്ക്. ഇനിയും ഇങ്ങനെ വിട്ടാൽ. എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുരാഗം ഭാഗം 2 സ്വാഗതം. കാശിയും മാളുവും മാഷും കഴിച്ച പാത്രങ്ങൾ എല്ലാം പെറുക്കിയെടുത്തു ശാന്തിയമ്മ അടുക്കള സിങ്കിൽ കൊണ്ടുവച്ചു. മാഷ് കഴിച്ച പാത്രത്തിൽ 2 ദോശയിട്ട് കറി ഒഴിച്ച് അവർ ആ നിന്ന നിൽപ്പിൽ തന്നെ കഴിച്ചെന്ന് വരുത്തി. അപ്പോഴേക്കും മാളു സ്കൂളിൽ പോയിരുന്നു. ആ വീട്ടിലെ ചെറിയ കുട്ടിയാണ് മാളു എന്ന മാളവിക. 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. അമ്മേ, അപ്പോൾ ഞാൻ വിട്ടു. കൈ വീശി കാണിച്ചുകൊണ്ട് കാശി ബാഗ് തോളിൽ കയറ്റി മുറ്റത്തേക്കിറങ്ങി. അവിടെ അടുത്തു തന്നെയാണ് കാശിയുടെ ഫ്രണ്ട് രോഹിത്തിൻ്റെ സ്റ്റിക്കർ കട. എൻ്റെ പൊന്നിക്കുഞ്ഞ് ഒന്നും കഴിക്കാണ്ട് പോയി. ശാന്തിയമ്മ ആലോചനയോടെ നെടുവീർപ്പിട്ടു. ചോറ് വെന്ത് തുടങ്ങിയിരിക്കുന്നു. ഒരു കുഞ്ഞു പാത്രത്തിൽ അല്പം കഞ്ഞിയെടുത്ത് കുറച്ച് ഉപ്പിട്ട് ഇളക്കി കൂടെ ചെറിയൊരു പാത്രത്തിൽ ചമ്മന്തി എടുത്തു ശാന്തിയമ്മ നേരെ പോയത് ഉമ്മറത്തുള്ള റൂമിലേക്കായിരുന്നു. പുറത്തേക്ക് കുറ്റിയിട്ടിരിക്കുന്ന ആ റൂമിൻ്റെ കതക് തുറന്നവർ അകത്ത് കയറി. റൂമിൻ്റെ മൂലയിൽ കട്ടിലിനോട് ചേർന്നൊരു മേശയുണ്ട്. മേശ നിറയെ കുറേ മരുന്നുകളാണ്. കയ്യിലുണ്ടായിരുന്ന കഞ്ഞിപ്പാത്രവും ചമ്മന്തിപ്പാത്രവും ശാന്തിയമ്മ ആ മേശപ്പുറത്തേക്ക് വെച്ചു. അവിടെ കട്ടിലിൽ പുതച്ചു മൂടിയൊരു ചെറുപ്പക്കാരൻ ഉറങ്ങുന്നുണ്ട്. ശാന്തിയമ്മ അവൻ്റെ മുഖത്തെ പുതപ്പ് മെല്ലെ മാറ്റി. മോനെ, മതി ഉറങ്ങിയത്, എണീക്ക്, ഈ കഞ്ഞി കുടിച്ചിട്ട് കിടന്നോ. അമ്മയുടെ ശബ്ദം കേട്ടതും അവൻ മെല്ലെ കണ്ണു തുറന്നു. അവൻ കുറേ നേരം അമ്മയെ തന്നെ നോക്കി കിടന്നു. പ്രായം 10-28 തോന്നിക്കും. കണ്ണിന് ചുറ്റും കറുത്ത പാടുകൾ. മുഖം ഒട്ടിയിരിക്കുന്നു. അവിടെയും ഇവിടെയുമായിട്ട് തലയിൽ കുറച്ച് മുടിയും. എനിക്ക് വേണ്ട അമ്മേ. അവൻ മുഖം തിരിച്ചു കിടന്നു. അങ്ങനെ പറയരുത്. മരുന്ന് കുടിക്കാനുള്ളതല്ലേ. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ എൻ്റെ മോൻ തളരും. അത്രക്ക് ഡോസാണ് ഈ മരുന്നുകൾക്ക്. ഒരു കുഞ്ഞിനോടെന്ന പോൽ പറയുമ്പോൾ കരച്ചിൽ വന്നിട്ട് ശാന്തിയമ്മയ്ക്ക് പറയാൻ വയ്യാണ്ടായി. എന്തിനായി മരുന്ന്? മോൻ്റെ അസുഖം മാറണ്ടേ, അതിനാ. ശാന്തിയമ്മയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അവർ അവൻ്റെ തലയിൽ തലോടി. എനിക്കൊരു അസുഖവുമില്ല. എന്നെ ഒന്ന് വെളിയിൽ വിട്. എത്ര കാലമായി ഞാൻ ഈ കാരാഗ്രഹത്തിൽ. നിങ്ങൾക്കല്പം മനസാക്ഷിയുണ്ടോ? എന്നെ ഒരു നേരമെങ്കിലും ആ ഉമ്മറത്തെങ്കിലും ഒന്ന് വിട്ടിട്ടുണ്ടോ? എന്നിട്ട് വന്നിരിക്കുന്നു അസുഖം മാറ്റാനുള്ള മരുന്നും കൊണ്ട്. ദേഷ്യത്തോടെ അവൻ കഞ്ഞിയും മരുന്നുകുപ്പിയും എടുത്തെറിഞ്ഞു. കഞ്ഞിപ്പാത്രം വലിയ ശബ്ദത്തിൽ ഉമ്മറത്ത് പോയി വീണു. മോനെ ആനന്ദ്! ശാന്തിയമ്മ അവനെ പിടിച്ചു കുലുക്കി. പൊക്കോ, പൊക്കോ എൻ്റെ കൺമുന്നിന്ന്. നിങ്ങൾക്കൊക്കെ ഭ്രാന്താ, മുഴുത്ത ഭ്രാന്ത്. പൊക്കോ, നിക്ക് കാണണ്ട ഒന്നിനെ. അവൻ ചങ്ങലകളിട്ട കാലുകൊണ്ട് അവരെ തൊഴിച്ചു. അവസാനം അവൻ ഒറ്റ ഉന്തു കൊടുത്തതും ശാന്തിയമ്മ വാതിലിൻ്റെ അരികിൽ വന്ന് വീണു. മാഷ് ബഹളം കേട്ട് ഓടി വന്നതും കണ്ടത് വീണ് കിടക്കുന്ന ഭാര്യയെയാണ്. മാഷ് മെല്ലെ ശാന്തിയമ്മയെ പിടിച്ചു എഴുന്നേൽപ്പിച്ചു. അവർ 2 പേരും നിസ്സഹായതയോടെ അവനെ നോക്കി. അവൻ വെളിയിൽ പോകണം, മരുന്ന് കഴിക്കില്ല എന്നൊക്കെയാണ് പറയുന്നത്. രാവിലെ മരുന്ന് കഴിച്ചില്ലേ? രാവിലെ കഴിച്ചു, പക്ഷേ അപ്പോൾ കണ്ട ആളല്ല ഇപ്പോൾ. നമുക്കവനെ ആ ചങ്ങലയച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇരുത്തിയാലോ? നിനക്കെന്താ ശാന്തി? ഒരിക്കൽ നിന്റെ വാക്കും കേട്ട് അങ്ങനെ ചെയ്തില്ലേ? കെട്ടിയ തകത്തിനവൻ മുങ്ങി. കാശിയും രോഹിത്തും തേടാവുന്ന ഇടത്തൊക്കെ തേടി അലഞ്ഞില്ലേ? ഒടുക്കം തമിഴ്നാട്ടിലേക്കോ മറ്റോ ലോഡ് കൊണ്ടുപോകുന്ന ലോറിയിൽ ഇവൻ പാഞ്ഞു കയറി. ഡ്രൈവർ കത്തി ചൂണ്ടി നിൽക്കുന്നിടത്ത് നിന്നാണ് അവനെ കാശിക്കും രോഹിത്തിനും തിരികെ കിട്ടിയത്. ഒക്കെ മറന്നോ നീയ്? മാഷ് അവരുടെ തോളിൽ കൈവച്ച് മുഖത്ത് നോക്കി. അവനിക്ക് ഒത്തിരി അസുഖമുള്ള കാലത്താ. ഇപ്പം അസുഖം ഒത്തിരി കുറഞ്ഞു. 4 വർഷമായില്ലേ ഏട്ടാ അവൻ. മുഴുമിപ്പിക്കാനാകാതെ ശാന്തിയമ്മ വിതുമ്പി. നിന്റെ വേദന എനിക്ക് മനസ്സിലാകും. അവൻ്റെ അസുഖമൊക്കെ മാറും. അന്ന് അവൻ പഴയതിനേക്കാൾ മിടുക്കനാകും. മാഷ് ശാന്തിയമ്മയെ നെഞ്ചിലേക്ക് വലിച്ചു കിടത്തി. ഓട്ടോ വന്ന് നിന്നത് GLPS വല്യാർ എന്നെഴുതിയ ഗേറ്റിൻ്റെ മുൻപിലാണ്. അനന്യയും ഗോപികയും അതിൽ നിന്നിറങ്ങി. 2 പേരും ധൃതിയിൽ സ്കൂൾ കോമ്പൗണ്ടിലേക്ക് ഓടിക്കേറി. ഓഹോ, ഇപ്പോൾ ഗോപിക ടീച്ചർക്കും പിടിച്ചോ ഈ അസുഖം? സ്റ്റാഫ് റൂമിലെത്തിയതും HM തുറിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു. ഹല്ലേ,
ഇവിടെ ചിലർക്ക് ഒരു ഹവർ കഴിഞ്ഞെത്തുന്നതാ ഹരം. അത് കണ്ട് ഗോപിക ടീച്ചർ വടക്കാകണ്ട. ഒന്നും കേൾക്കാത്ത മട്ടിൽ അനന്യ രജിസ്റ്ററിൽ ഒപ്പിട്ടു. 4ാം ക്ലാസ്സുകാരുടെ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചറാണ് അനന്യ. കുട്ടികൾ ഓടിച്ചാടി ബെഞ്ചിൽ കയറിയും ബഹളം വെച്ചുകൊണ്ടിരിക്കുന്ന ഒരു ക്ലാസ്സിലേക്ക് അനന്യ കയറി. ഗുഡ് മോർണിംഗ് ടീച്ചർ. അനന്യയെ കണ്ടതും പലരും പല ദിക്കുകളിൽ നിന്നും വന്ന് അതാത് ബെഞ്ചിൽ വന്നിരുന്നു. വൈകിട്ട് 4:30 മണിയോടെ അനന്യ വീട്ടിലെത്തി. അടുക്കളയിൽ നിന്ന് പാത്രങ്ങളുടെ ശബ്ദം കേട്ടപ്പോൾ അവൾ അങ്ങോട്ട് പോയി. അമ്മയാണ് അടുക്കളയിൽ. ആ, എൻ്റെ മോള് വന്നാ? അവളെ കണ്ടതും ശാന്തിയമ്മയുടെ മുഖത്ത് പുഞ്ചിരി വന്നു. ഇന്ന് വിശന്നോ? ഉച്ചക്ക് തന്ന ചോറൊക്കെ കഴിച്ചോ? കഴിച്ചു. അല്ലേലും അമ്മ തന്നതൊക്കെ മുഴുവൻ ഞാൻ കഴിക്കാറില്ലേ. പിന്നെ വിശപ്പ്, അതെന്താണെന്ന് പോലും എനിക്കിപ്പോൾ അറിയാതെയായി. അനന്യ അമ്മയുടെ തോളിൽ ചാഞ്ഞു. എന്താ മോളെ, നീ എന്തിനാ ഇങ്ങനെ ഒരേ ഓട്ടം? അത് കൊള്ളാം. ഇല്ലെങ്കിൽ മാസാമാസം ഇങ്ങനെ ഓരോന്ന് ചോദിക്കുന്നതിന് എവിടുന്ന് ക്യാഷ് എടുത്തു തരും? ഏട്ടൻ്റെ മരുന്ന്, മാളുവിൻ്റെ ബസ് ഫീ, കാശിയുടെ പേരിലുള്ള ലോൺ അടവ്, പിന്നെ അവൻ്റെ ഫോൺ അടവ്. അമ്മയ്ക്ക് അറിയാം മോളെ. എങ്കിലും നിന്റെ അവസ്ഥ കണ്ടപ്പോൾ പറഞ്ഞു പോയതാ. സംസാരിച്ചു നിൽക്കാൻ സമയമില്ല. അമ്പലത്തിൽ പോകാൻ സമയമായി. അവിടെ പിടുപ്പത് പണിയുണ്ടല്ലോ. മോള് മുഖവും കൈയും കഴുകി വാ. അമ്മ ചായയും പലഹാരവും തരാം. എന്ന് തലയാട്ടിക്കൊണ്ടവൾ മുറ്റത്തെ കുളിമുറിയിലേക്ക് പോയി. സമയം ഒരു 7 മണിയോടെ അനന്യ അമ്പലത്തിൽ നിന്ന് തിരിച്ചെത്തി. ഉമ്മറത്തേക്ക് കയറി വരുമ്പോൾ 10 വയസ്സ് തോന്നിക്കുന്ന 3 ആൺകുട്ടികൾ ബുക്കും പേനയും പിടിച്ച് അവിടെ ഇരിക്കുന്നുണ്ട്. അനന്യയെ കണ്ടതും അവർ ടീച്ചറെന്നും പറഞ്ഞ് എഴുന്നേറ്റ് നിന്നു. ഇന്നെന്താ കുട്ടിത്തേവാങ്കുകൾ നല്ല അനുസരണ? അനന്യ അവരെ നോക്കി പുഞ്ചിരിച്ചു. അത് ടീച്ചറെ, ഈ മിഥുൻ പഠിക്കുന്നില്ലാന്നും ടീച്ചർ പറയുന്നതൊന്നും അനുസരിക്കില്ലാന്നും ഞാൻ അവൻ്റെ അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തു. കൂട്ടത്തിലെ പഠിപ്പി റയാൻ അങ്ങനെ പറഞ്ഞപ്പോൾ മിഥുൻ മുഖം വീർപ്പിച്ചു തല താഴ്ത്തി. ആണോ മിഥുനെ? അപ്പോൾ റയാൻ നിന്നെ ഒറ്റയല്ലേ? സാരമില്ലാട്ടോ, അടുത്ത എക്സാമിൽ റയാനെ തോൽപ്പിച്ച് നമുക്ക് ടോപ്പറാകാം. എന്താ ഗോകുലെ, നീ കൂടുന്നോ? മൂന്നാമനോട് ചോദിച്ചതും അവനൊന്ന് വലിഞ്ഞു. എല്ലാവരും ഒന്ന് ഇരുന്ന് വായിക്കൂ, ഞാനൊന്ന് ഫ്രഷായി വരാം. അവൾ അകത്തേക്ക് കടന്നു. അനന്യയുടെ തൊട്ടു അയൽവക്കത്തെ കുട്ടികളാണ് മിഥുൻ, ഗോകുൽ, റയാൻ. സമയം ഒരു 9 ആകുന്നത് വരെ വരാന്തയിലെ മറ്റൊരു റൂമിലിരുന്ന് അംഗം വെട്ടാണ് ഇനി അങ്ങോട്ട് അനന്യയുടെ ജോലി. അതിന് നല്ല കാശും ആ വീട്ടുകാർ കൊടുക്കുന്നുണ്ട്. എല്ലാവർക്കും ഭക്ഷണം കൊടുത്തു കഴിഞ്ഞു ശാന്തിയമ്മ പാത്രങ്ങളൊക്കെ സിങ്കിൻ്റെ അരികിൽ കൊണ്ടുവച്ചു. അമ്മ കിടന്നോ, ബാക്കി ഞാൻ ചെയ്തോളാം. കഴിച്ച പാത്രവും കൊണ്ട് ശാന്തിയമ്മയുടെ പിറകിൽ അനന്യ വന്നു. നിനക്ക് പിടുപ്പത് പണിയല്ലേ പുലർച്ചെ തൊട്ട്? അമ്മയ്ക്ക് വേണേലും ഉച്ചയ്ക്കെങ്കിലും ഒന്ന് ഇത്തിരി കിടക്കാം. എൻ്റെ കുഞ്ഞിനങ്ങനെയാണോ? പോയി കൈ കഴുകി കിടക്ക്. ശാന്തിയമ്മ അവളെ നിർബന്ധിച്ചു പറഞ്ഞു വിട്ടു. അവൾ നേരെ ആനന്ദിൻ്റെ റൂമിൽ പോയി നോക്കി. ഏട്ടാ, അവൾ മെല്ലെ വിളിച്ചു. അവൻ നല്ല ഉറക്കമായിരുന്നു. ഉണർത്തണ്ട. ഇന്ന് പകൽ ഒട്ടും കണ്ണടച്ചിട്ടില്ല. ഒരേ ബഹളമായിരുന്നു, വെളിയിലിറങ്ങണമെന്നും പറഞ്ഞ്. അച്ഛൻ്റെ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി. എന്ത് ചെയ്യാനാ, ഒരു കാലത്ത് നാട് മുഴുവൻ ചുറ്റി നടന്നവനല്ലേ. ഇന്ന് ഈ 4 ചുമരുകൾ അവൻക്ക് ശ്വാസം മുട്ടുന്നുണ്ടാകും. അല്ല, അതാർക്കും അങ്ങനെ തന്നെ. നെടുവീർപ്പോടെ അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കി അനന്യ അവളുടെ റൂം ലക്ഷ്യമാക്കി നടന്നു. കാശിയുടെ റൂമിൽ നിന്ന് വെടിവെപ്പിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടായിരുന്നു. ദൈവമേ, ഫ്രീ ഫയർ! ഇപ്പം അങ്ങോട്ട് പോകണ്ട. മുഖത്തേക്ക് പോലും നോക്കില്ല മഹാൻ. ഗെയിം ആൻഡ് റീൽസ് അഡിക്റ്റ്. അനന്യ റൂമിൽ വന്നതും മാളു അനന്യയുടെ ഫോണും തോണ്ടി കിടപ്പുണ്ട്. അമ്പടി ഗെയിമി, ഞാനില്ലേൽ അപ്പോൾ എൻ്റെ ഫോൺ എടുക്കും അല്ലേ? ദിവസവും കാണുന്നതല്ലേ ക്ലാസ്മേറ്റ്സിനെ, പിന്നെ എന്തിനാ വാട്സപ്പിലൊരു ഗ്രൂപ്പും ചാറ്റും? ഇങ്ങനെയാണേൽ ഫോൺ ഞാൻ ലോക്കിടും. അവൾ കള്ളപരിഭവം കാണിച്ചു. എന്താ ചേച്ചി, ചാറ്റിംഗ് അല്ല, റീലാണ്. 10 മിനിറ്റ് കൂടെ കാണട്ടെ പ്ലീസ്. മാളു കിണങ്ങി. 10ഉമില്ല 11ഉമില്ല, ഉറങ്ങിയാട്ടെ. നാളെ സ്കൂളുണ്ട്, എനിക്ക് രാവിലെ അമ്പലവുമുണ്ട്. അവൾ മാളുവിനെ കെട്ടിപ്പിടിച്ച് ഉറങ്ങാൻ കിടന്നു. ശാന്തിയമ്മ മേല് കഴുകി സാരി മാറ്റി ഒരു നൈറ്റിട്ട് വന്ന് റൂമിൽ കയറി. അവനക്ക് വെള്ളം വെച്ച് കൊടുത്തോ? ഉറങ്ങിയില്ലായിരുന്നോ? ഞാൻ ഓർത്തു നിങ്ങൾ നല്ല ഉറക്കാണെന്ന്. അവനക്കുള്ള വെള്ളമൊക്കെ അവൻ്റെ റൂമിൽ വെച്ച് കൊടുത്തു.
മാഷിൻ്റെ ചോദ്യത്തിന് ഉത്തരം കൊടുത്തുകൊണ്ട് ശാന്തിയമ്മ അയാളുടെ അരികിൽ വന്നു കിടന്നു. അയാൾ കണ്ണുകൾ തുറന്ന് മലർന്നു കിടന്ന് ആലോചിക്കാൻ തുടങ്ങി. നിങ്ങളെന്താ ഉറങ്ങാത്തേ? ഉറക്കം വരുന്നില്ല ശാന്തി. അയാൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ നോക്കി കിടപ്പാണ്. ഞാൻ നമ്മളെ മോളെക്കുറിച്ചാണ് ഓർത്തത്. 24 വയസ്സായി അവൾക്ക്. ഇനിയും ഇങ്ങനെ വിട്ടാൽ ഒരു പക്ഷേ ഒരു നല്ല ബന്ധം അവൾക്ക് കിട്ടിയെന്ന് വരില്ല. തൽക്കാലം നമുക്ക് ജീവിതം കൊണ്ടുപോകാൻ എൻ്റെ പെൻഷൻ ഉണ്ടല്ലോ. പിന്നെ കാശിക്ക് നല്ലൊരു ജോലി കിട്ടിയാൽ ആ പ്രയാസവും മാറും. കുറച്ചൊക്കെ അവനും നോക്കാൻ തുടങ്ങും. ഞാൻ എത്ര നാളായി നിങ്ങളുടെ അടുത്ത് ഈ കാര്യം പറയുന്നു. അവൾക്കും വേണ്ട ഒരു ജീവിതം. എത്ര നാളിങ്ങനെ നമ്മളെയും പോറ്റി അവൾ ജീവിക്കും? മാഷിൻ്റെ വാക്കുകൾ കേട്ടതും ഭാര്യയും അത് ഏറ്റുപിടിച്ചു. എല്ലാ കണക്ക് കൂട്ടലുകളും പിഴച്ചതല്ലേ ശാന്തി? ആനന്ദ്, അവനായിരുന്നു എൻ്റെ വെളിച്ചം, എൻ്റെ പ്രതീക്ഷ, എൻ്റെ കുട്ടി. മാഷിൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അരുതേട്ടാ, നമ്മുടെ മോൻ്റെ അസുഖം മാറും. അവൻ നമ്മളെ നോക്കും. എന്തായാലും ആ ജോത്സ്യനെ ഒന്ന് പോയി കാണണം. മോളെ ജാതകം ഏൽപ്പിക്കണം. നല്ല ആലോചനകളുണ്ടെങ്കിൽ ബ്രോക്കർ ദേവനോട് പറയാനും ഏൽപ്പിക്കണം. എന്തൊക്കെയോ നിശ്ചയിച്ച് ഉറപ്പിച്ച പോലെ മാഷ് കണ്ണുകളടച്ച് കിടന്നു. തുടരും. നല്ല ആലോചനകൾ വരട്ടെ. അനന്യയ്ക്ക് നല്ലൊരാളെ തന്നെ കിട്ടട്ടെ. നിങ്ങൾ കാത്തിരിക്കില്ലേ? കഥയുടെ അടുത്ത ഭാഗമായിട്ട് ഞാൻ വരാട്ടോ. താങ്ക് യു.